അവരിത് ഈ മാനം നോക്കിയിരിക്കുന്നത് ഈ ജൂതന്മാരുടെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ. ഇവരുടെ കഥയും ഇതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നെറ്റിലുണ്ട്. ഇത് അവരുടെ ബലിപീഠമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് പറ്റിയ നോളജ് ഒന്നുമില്ല. അവിടുത്തെ ടൈൽസൊക്കെ അടിപൊളിയായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ചു പോന്നിരുന്ന കുറേ ആചാരങ്ങളുടെയൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണല്ലേ ഇതൊക്കെ. ശരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിൽ പലതും വിശ്വസിക്കുന്നത്. നമ്മുടെ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊക്കെ തോന്നും. ചില സമയത്ത് ചിലതൊക്കെ കാണുമ്പോൾ തോന്നും, ഓ അന്നേ ഈ ടെക്നോളജിയൊക്കെ പറ്റിയതായിരുന്നു അവരുടേതായ സ്റ്റൈലിലെന്ന്. ഏതായാലും ഞങ്ങളതേ ജൂതന്മാരുടെ പള്ളിയോട് ബൈ ബൈ പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ സിംബൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ എസ്ട്രാ മൂവിയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വെയിലൊന്നും താങ്ങാൻ വയ്യെങ്കിലും അവിടെ നിന്ന് 5-6 പോസ് എടുത്തു. ഞാനും ഗീതും അതിസാഹസമായി ഈ കാട് കയറി പോകുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ്. ദോഷം പറയരുതല്ലോ, ഞങ്ങൾ രണ്ടും അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോട്ടോയൊക്കെ എടുത്തു. ആകെ മൊത്തത്തിൽ നന്നായിട്ട് വെയിലടിച്ച് കുറേ ടാനും കുറേ കരിയാനും പറ്റി. എങ്കിലും കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ പറ്റി കേട്ടോ. പണ്ട് കുഞ്ഞിലെ എപ്പോഴും ടോമിയങ്കിളുമായിട്ട് ഞങ്ങളെല്ലാവരും ചേച്ചീനെ ആക്കാനായിട്ട് പോയപ്പോൾ ഒരിക്കൽ ഇതാണ് മട്ടാഞ്ചേരി ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് കാണിച്ചു തന്ന ഒരു ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഈ ഓർമ്മകളൊക്കെ പുതുക്കുമ്പോൾ ഞാൻ എത്രത്തോളം വലുതായി എന്നും കാലം എത്രത്തോളം നമ്മളെ വിട്ട് പിന്നോട്ട് പോയി എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിക്കാലത്തുള്ള ചെറിയ ഓർമ്മകളൊക്കെ എനിക്കത് റീകളക്ട് ചെയ്തിട്ട് ഇതൊക്കെയായിരുന്നല്ലോ എക്സാക്ട്ലി അത് എന്ന് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യണമെന്ന്, അതായത് കുറേ അങ്ങിങ്ങായിട്ട് വിട്ടുകിടക്കുന്ന ഓർമ്മകളൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ 1-2 കാര്യങ്ങളൊക്കെ ഞാൻ റീസെൻ്റ്ലി കണ്ടുപിടിച്ചിരുന്നു കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങളുടെ ഓർമ്മയിൽ അധികം മാഞ്ഞ് നിൽക്കുന്ന എന്തെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടോ എന്ന് പറയണം. പിന്നെ ഇവിടെ വന്നാലേ കുറച്ച് ഷോയൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ട് വെയിലത്ത് നിന്ന് കുറച്ച് പോസൊക്കെ കാണിച്ചു. പിന്നെ കുറച്ച് കൈച്ചെയിനൊക്കെ വാങ്ങാനായിട്ട് പോയെങ്കിലും ഒന്നും വാങ്ങിയില്ല. ഈ ബാർ കണ്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് നമ്മൾ തോപ്പുംപടിക്ക് വരുന്ന വഴിക്ക് ഒരു ഷോപ്പുണ്ട്. അവിടെ ഇതുപോലത്തെ ചോക്കോ ബാർ കിട്ടും, പല ഫ്ലേവറിൽ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മീറ്റ് റോളും വാങ്ങിച്ച് ബസ്സിലിരുന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി ചേർത്തലേ വന്ന് നമ്മുടെ 4B എന്നൊരു ചായയും കുടിച്ച് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ബൈ പറഞ്ഞു. ഇതൊരു നേർച്ചക്കടം വീട്ടിലാണ് കേട്ടോ. ഞാൻ കീതൂര് കൊടുത്ത പ്രോമിസാണ് നമുക്കൊരിക്കൽ കുര്യച്ചനെ കാണാൻ പോകാമെന്ന്. അതങ്ങനെ നിറവേറി. ഒരു നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.